വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ, സ്നേഹത്തിൻ്റെ മതം പഠിപ്പിച്ചയാളാണ് മാധവിക്കുട്ടി എന്നതാണ് മാധവിക്കുട്ടിയുടെ ആരാധകർ എപ്പോഴും പറയുന്നത്. പക്ഷേ ലവ് ജിഹാദിൻ്റെ രക്തസാക്ഷിയാക്കിയാണ് നിങ്ങൾ അല്പം മുമ്പ് പോലും അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ഈ നിലയ്ക്കൊക്കെ അതിനുശേഷം മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിന് ശേഷം ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ചർച്ചയുടെ തുടർച്ചയാണ് ഒരുപക്ഷെ ലവ് ജിഹാദ് എന്ന ഒരു കണ്ടെത്തൽ. അതിൻ്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് മതം മാറിയ ഒരു യുവാവിനെ RSSൻ്റെ മുതിർന്ന നേതാവിൻ്റെ നേതൃത്വത്തിൽ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം പോലും കേരളത്തിലുണ്ടാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത്. ഈ നിലയ്ക്ക് ആണ് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ നിലയ്ക്കാണ് ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോഴും ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോഴും കാര്യങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്നത്. ആ നിലയ്ക്കാണ് വർഗീയത വളരുന്നത്. അതിൽ നിന്നാണ് ഇത്തരം ഒരു നികൃഷ്ടമായ കൊലപാതകത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നത് എന്ന അവസ്ഥയുള്ളപ്പോൾ ഇങ്ങനെയാണോ ഒരു വിഷയത്തെ നിങ്ങൾ കാണേണ്ടത്? ഹർഷൻ, എനിക്ക് 3 കാര്യം പറയാൻ അനുവദിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്. തീർച്ചയായും നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് അറപ്പൊക്കെ തോന്നിയെന്ന്. നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് എൻ്റെ ചില വാക്കുകളിൽ ആരുടെയൊക്കെ വാക്കുകളിൽ അറപ്പ് തോന്നിയെന്ന്. വാസ്തവത്തിൽ എനിക്ക് പുച്ഛം തോന്നുക. കാരണം സ്വന്തം മണ്ഡലത്തിൽ ഒരു കുടുംബിനിയെ ചുട്ടുകൊന്നിട്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ സമത്വത്തെക്കുറിച്ച് പറയുന്നവരെ കാണുമ്പോഴാണ് വാസ്തവത്തിൽ പുച്ഛം തോന്നുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു കേരളത്തിൽ, മുരളി ഗോപിയുടെ. അത് കേരളത്തിൻ്റെ സിനിമാ തിയേറ്ററിൽ അത് കാണിച്ചാൽ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞവരാ കമ്മ്യൂണിസ്റ്റുകൾ. കണ്ണൂർ എന്ന് പറയുന്ന സിനിമ കണ്ണൂരിൽ കളിക്കാൻ അനുവദിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഉമേഷ് ബാബുവിനെയും ശക്കറിയെയും വേദിയിൽ കയറി തല്ലിയൊടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. കാപട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞിട്ട് സാഹിത്യകാരന്മാരെ കളിയാക്കിക്കൊണ്ട് അവരെ തല്ലിയൊടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കാണ് വാസ്തവത്തിൽ അവരുടെ മുഖം കാണുമ്പോഴാണ് അറപ്പ് തോന്നേണ്ടത്. ഞങ്ങളുടെയൊന്നുമല്ല, മറ്റാരുടെയുമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 10 വർഷം മുമ്പ് ഇത് പറയാൻ ധൈര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. 10 വർഷം മുമ്പ് ഇത് പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അന്ന് പാവപ്പെട്ട ആളുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ കൂടെ ആയിരുന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെയാണ് അവർ. അതുകൊണ്ടാണ് ഈ ധൈര്യം കാണിക്കുന്നത്. ഇന്നവരുടെ മുഖത്ത് ആണുങ്ങളുടെ മീശയുണ്ട്, സംഘപരിവാറിൻ്റെ എന്ന് വെച്ചോളൂ. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ജോയി മാത്യുവിനെ അഭിനന്ദിക്കുകയാണ്. ജോയി മാത്യു പറഞ്ഞു BJPയും യുവമോർച്ചയും ഇങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കില്ല. ഹർഷൻ, ജോയി മാത്യുവിനുള്ള കൺവിക്ഷൻ പോലും ഹർഷൻ ഇല്ലാതെ പോയല്ലോ എന്നൊരു വിഷമം പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ കമൽ സിനിമ എടുക്കുന്നു. ആയിക്കോട്ടെ, അനുഭവം ഉണ്ടായിക്കോട്ടെ. ഞാനൊരു കാര്യം, ഈ സിനിമയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം ഹർഷൻ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ സിനിമ എടുക്കുന്നത് കമാലുദ്ദീൻ എന്ന കമൽ ആണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു കമൽ എന്ന കലാകാരനോട് ഞങ്ങൾക്ക് വിരോധമില്ല, കമാലുദ്ദീൻ എന്ന വർഗീയവാദിയോടാണ് ഞങ്ങൾക്ക് വിരോധം. അതുകൊണ്ട് ആമി അസഹിഷ്ണുതയുടെ അടയാളമോ ആമി വർഗീയതയുടെ പര്യായമോ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരും. കാരണം ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീ അവർ മത ബോധത്തിൻ്റെ അല്ലെങ്കിൽ മതാന്ധതയുടെ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഒരു പ്രണയത്തിൻ്റെ ഇരയാണ്. ആ ഇര അവർ ഏറ്റവും കൂടുതൽ സംവദിച്ചിട്ടുള്ളത് ലീല മേനോനാണ്. ആ ലീല മേനോനോട് അവർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ 4 കാര്യമുണ്ട്. അത് ഈ സിനിമയിൽ വരുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ല, നിങ്ങൾ പറയുന്നതാവണമോ ആ സംവിധായകൻ എടുക്കുന്ന സിനിമ? ഇത് തന്നെയാണ് സഞ്ജയ് ലീല ബൻസാരിയോട് പറയുന്നത്, ഇത് തന്നെയാണ് സനൽകുമാർ ശശിധരനോട് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ താങ്കൾ പറയാതെ പോവുകയാണ് സനൽകുമാർ ശശിധരൻ്റെയൊക്കെ പേര്. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് വേണം പൂർത്തിയാക്കാൻ. ഹർഷൻ ഒരു മിനിറ്റ് എനിക്കൊന്ന് അനുവദിക്കുക പ്ലീസ്. ഹർഷൻ, ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ്. മുഹമ്മദല്ല കൃഷ്ണനാണ് എൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ മാധവിക്കുട്ടി കമാലുദ്ദീൻ്റെ അല്ലെങ്കിൽ കമലിൻ്റെ ചിത്രത്തിലുണ്ടാകുമോ? ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാവാൻ സാധ്യതയില്ല. പർദ്ദയ്ക്കുള്ളിൽ ഞാൻ വിങ്ങുകയാണ് എന്ന് പറഞ്ഞ മാധവിക്കുട്ടി, പർദ്ദയ്ക്കുള്ളിലെ മാധവിക്കുട്ടി ഈ സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ് എങ്ങനെയാണ് ആ നിലയ്ക്ക് ഒരു സംവിധായകൻ്റെ മനസ്സിലിരിക്കുന്ന സിനിമയെ, അത് സ്ക്രിപ്റ്റ് മാത്രമാണായിരിക്കുന്നത്, ആ സിനിമയെ എങ്ങനെയാണ് ആ സിനിമ പുറത്തു വരുമ്പോൾ എന്ന രൂപത്തെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ ആ നിലയ്ക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുക എന്നതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MP രാജേഷ്, ചോദ്യമില്ല. അങ്ങനെ തിരിച്ചു പോലെ ഞാനത് തീർത്തോട്ടെ. വളരെ പെട്ടെന്ന്. വളരെ പെട്ടെന്ന്
അർഷൻ ഇത് കഥയല്ല, ഇത് മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജീവിതത്തിൽ സത്യസന്ധമായി അവതരിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അതിൽ ഭീഷണിയില്ല. വ്യക്തിപരമായി ഞാൻ വിൽക്കുന്നത് ആ അഭ്യർത്ഥനയുടെ സ്വഭാവമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് വ്യക്തിപരമായി ഞാൻ പറയുന്നത് താങ്കൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ ആ അഭ്യർത്ഥന വന്ന രീതിയും ശൈലിയും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ തുടർച്ചയായി താങ്കൾക്ക് ഖണ്ഡിക്കാനുള്ളത് എന്താണ്? ഞാൻ പറഞ്ഞതാണോ പുച്ഛം തോന്നിപ്പിക്കുന്നത്, അതോ ധാർഷ്ട്യം, ധിക്കാരം, ഔദ്ധത്യം, അസഹിഷ്ണുത, പക, ശത്രുത ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ജൽപ്പനങ്ങളാണോ പുച്ഛത്തിന് അർഹമായത് എന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതെല്ലാം പ്രേക്ഷകർക്ക് വിടുന്നു. ഈ ചർച്ച കണ്ട പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അതിലൊരു നിഗമനത്തിലെത്താം. പിന്നെ ജോയ് മാത്യുവിനെ അഭിനന്ദിച്ചു. ഏത് കാര്യത്തിനാണ് അഭിനന്ദിച്ചത് എന്ന് മനസ്സിലായില്ല. ജോയ് മാത്യു വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതും ചേർത്താണോ അഭിനന്ദനം എന്നറിഞ്ഞുകൂടാ. പോട്ടെ, അതൊരു പ്രധാന വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിവെക്കുന്നു. ഇവിടെ മാധവിക്കുട്ടിയോ മാധവിക്കുട്ടിയുടെ കുടുംബാംഗങ്ങളോ ഇതുവരെ അവരെന്തെങ്കിലും ഇരയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമാണ് അവർക്ക്. അവരൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ട് എനിക്ക് കുപ്പായം മാറുന്നത് പോലെയാണ് മതവിശ്വാസം എന്നുള്ളത്. അവർക്കത് മാറാൻ തോന്നി, മാറി. പിന്നീട് അവർ അതും ഉപേക്ഷിക്കുകയുണ്ടായി. അപ്പോൾ അതവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പിന്നെ അംബേദ്കറാണ് ഇന്ത്യയിൽ 5 ലക്ഷം അനുയായികളെയും കൂട്ടി മതം മാറിയത്. ഇവിടെ മാധവിക്കുട്ടി ഒറ്റയ്ക്കാണ് മാറിയത്. മാധവിക്കുട്ടിയെ വർഗീയതയുടെ ഇര എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ അംബേദ്കറിനെ സ്വന്തമാക്കാൻ നടക്കുകയാണല്ലോ. 5 ലക്ഷം അനുയായികളെയും കൂട്ടിയിട്ടാണ് മാറിയത്. ചരിത്രബോധമുള്ളവർക്കറിയാം, അല്ലാത്തവർക്ക് ഒരുപക്ഷെ അത് അറിയണമെന്നില്ല. പിന്നെ കുറേ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏതെല്ലാമോ സിനിമ തടഞ്ഞു. കേരളത്തിൽ ഒരു സിനിമയും ഇടതുപക്ഷക്കാരോ കമ്മ്യൂണിസ്റ്റുകാരോ തടഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഏറ്റവും രൂക്ഷമായി പരിഹസിച്ച, നിർദ്ദയമായി വിമർശിച്ച സിനിമകളിൽ ഒന്നാണ് സന്ദേശം. സത്യൻ അന്തിക്കാടിൻ്റെ സന്ദേശം. ഞങ്ങളൊക്കെ അത് ഒരുപാട് തവണ, ഒന്നിലേറെ തവണ കണ്ട് ചിരിക്കുകയും ആ വിമർശനം, നർമ്മം ഒക്കെ ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അത്ര ബോറന്മാരും അരസികന്മാരുമല്ല. സിനിമ, ഞങ്ങളെക്കുറിച്ചുള്ള സിനിമയിൽ ഇന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ ഉപാധി വയ്ക്കുന്നത് കേട്ടല്ലോ. അതുപോലെ മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള സിനിമയിൽ എന്തെല്ലാം ഉണ്ടാവണം എന്നൊക്കെ നിശ്ചയിക്കുന്ന തരത്തിലുള്ള അരസികന്മാരായിട്ടുള്ള ആളുകളല്ല ഞങ്ങളൊന്നും. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പുണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടിയിരുന്ന ഒരു സിനിമയാണ് സന്ദേശം എന്നുള്ളത്. എത്ര രൂക്ഷമായിട്ടാണ് വിമർശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കൂടി ഞാനും സത്യൻ അന്തിക്കാടും കൂടി ഒരു പരിപാടിയിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ആ സിനിമയെക്കുറിച്ച് പറയുകയും ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രശ്നങ്ങളെ ലളിതവൽക്കരിച്ചിട്ട് കാര്യമില്ല. വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിയാണുള്ളത്. കേരളത്തെ പിന്നടത്തത്തിന് തന്നെയാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചിലർ. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം, വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നാടകം അവതരിപ്പിക്കുന്നത്. അന്ന് തടയാൻ യാഥാസ്ഥിതികർ ശ്രമിച്ചെങ്കിലും അന്ന് അവർക്ക് നടന്നില്ല. അന്ന് യാഥാസ്ഥിതികർക്ക് ഇത്ര രൂക്ഷമായിട്ട് ഉന്നയിക്കാൻ കഴിയാതിരുന്ന എതിർപ്പ്, ഭാഷ, അതാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം 48 വരുന്നത്. അതിനെതിരായിട്ടും വലിയ പ്രചരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെ അവതരണം തടയാൻ അന്ന് കഴിഞ്ഞില്ല. ഇപ്പോൾ ചിലർ പറയുകയാണ് ഞങ്ങൾ തടയും എന്നുള്ളത്. എവിടേക്കാണ് കേരളം പോകുന്നത് എന്നതൊരു ആപൽ സൂചനയാണ്. ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന പ്രബുദ്ധമായിട്ടുള്ള ഒരു ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന, നവോത്ഥാനത്തിൻ്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതാണ്. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. മാർട്ടിൻ ന്യൂമുള്ളർ എന്ന് പറയുന്ന ജർമ്മൻ കവി എഴുതിയ വരികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി തീരുന്നത്. ആദ്യം കമാലുദ്ദീൻ, അല്ലെങ്കിൽ രാജസ്ഥാനിലെ നമ്മുടെ ബോളിവുഡിലെ സംവിധായകൻ ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, ഇപ്പോഴിതാ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. മഞ്ജു വാര്യരിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യം അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ജൂതനായിരുന്നില്ല. പിന്നീട് അവർ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. അപ്പോഴും ഞാൻ മൗനം പാലിച്ചു കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്ന് പറയുന്ന വരികളെ ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയം ഈ നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എം.പി. രാജേഷ്, ശ്രീ ഗോപാലകൃഷ്ണൻ, ഹിമ ശങ്കർ, ഡോക്ടർ ഷീന ഷുക്കൂർ.